നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ്. അതിനു മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ലൈവ് റീഡിംഗ്. ഓക്കെ, ഞാൻ സാറ്റർഡേ ലൈവ് റീഡിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സാറ്റർഡേ 7th ആണ്, February 7th 7 മണിക്ക്. അത് നല്ല നമ്പർ എനിക്ക് കോമ്പിനേഷൻ എനിക്ക് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 7ാം തീയതി 7 മണിക്ക് വൈകിട്ട്. ഓക്കെ, സോ നമുക്ക് പേഴ്സണൽ റീഡിങ്സ്, പേഴ്സണൽ മീൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. ആൻഡ് ഞാൻ ഒരു 1.5 മണിക്കൂർ ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എത്ര പേര് ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ച്. ഓക്കെ, ആൻഡ് അതിന് മുമ്പ് പക്ഷേ എനിക്ക് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ താഴെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നോക്കാനുള്ള ഒരു ക്ലിയർ അവസരം കിട്ടില്ല. ചിലപ്പോൾ ചിലതൊക്കെ മിസ്സായി എന്ന് വരും. സോ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന വേറൊരു ഐഡിയ എനിക്ക് തോന്നിയത് പറയാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഞാനൊരു വീഡിയോ ഈ കാര്യം തന്നെ പറഞ്ഞിട്ട് ഞാൻ ലൈവ് റീഡിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് വയ്ക്കാം. ആൻഡ് അതിൻ്റെ താഴെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇട്ടോളൂ. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ താഴെ തന്നെ പോസ്റ്റ് ചെയ്യുക. സോ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് റീഡിങ് സമയത്ത് എത്ര പറ്റും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, എനിക്ക് പറ്റുന്ന അത്രയും ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് എത്ര ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും. ഓക്കെ, സോ ക്ഷമിക്കാൻ ബാക്കിയുള്ളവർ അങ്ങനെ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ക്ഷമയോടെ എന്നോട് ക്ഷമിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബിക്കോസ് ഇത് ചെയ്യുന്നത് കുറച്ച് നമ്മുടെ എനർജി പോകുന്ന കാര്യമാണ്. പുറത്തിന് അങ്ങനെ കണ്ടിന്യൂസ് സംസാരമാണ് അല്ലേ. ആ കണ്ടിന്യൂസ് സംസാരം നമുക്ക് ഒരു മണിക്കൂറൊക്കെ നിർത്താതെ, ഞാനൊന്നും അത്ര എക്സ്പേർട്ടല്ല. അങ്ങനെ സ്പീച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്, പക്ഷേ ഞാനൊന്നും അത്ര എക്സ്പേർട്ടല്ല. അപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ ഒരു എനർജി അതിൽ പോകുന്നുണ്ട് ഒന്നാമത്. ഓക്കെ, ഈ കാർഡ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. സോ അതൊക്കെ നമ്മളെ ബാധിക്കുകയും ചെയ്യും. സോ ഒരു ലിമിറ്റിനപ്പുറം എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്, മനസ്സിലാക്കാം. ഓക്കെ, സോ എന്നാൽ പറ്റുന്നത്ര ഞാൻ തീർച്ചയായിട്ടും ഞാൻ എടുക്കാം. കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ഞാൻ റീഡിംഗ് ആയിട്ട് ലൈവിൽ തരാം. ബട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവായിട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുള്ള സമയം കിട്ടും. ക്വസ്റ്റ്യൻസ് പക്ഷേ ഞാൻ ആദ്യമേ എടുത്തു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ ആ കമൻസിൽ മിസ്സാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് അങ്ങനെ നോക്കാം. സോ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. അതിൻ്റെ താഴെ ഇതിവിടെ ഇല്ല കേട്ടോ, വേറെ വീഡിയോ ഇടാം ഞാൻ. അതിൽ നിങ്ങൾക്ക് താഴെ ക്വസ്റ്റ്യൻസ് ഇട്ടോളൂ. ഓക്കെ, സോ ഇതിവിടെ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളത് നോക്കാം. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് റൊമാൻസ് ഏഞ്ചൽസ് എന്താ പറയുക എന്നുകൂടി നോക്കാം. ലെറ്റ്സ് സീ, നിങ്ങളുടെ പേഴ്സൺ എന്താ പറയാനുള്ളത്. ഐ എം ചൂസിങ് ഹീലിംഗ് ഓവർ ഹേർട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ അവരുടെ ലൈഫിൽ ചില വിഷമങ്ങളോ വേദനകളോ ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, പാസ്റ്റിൽ അവർ അനുഭവിച്ച ചില കാര്യങ്ങൾ, അവർക്ക് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ച ചില കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ അവരെ വേദനിപ്പിച്ച ചില കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങൾ മാത്രമല്ല, അവർക്കും ഉണ്ടാവും അങ്ങനത്തെയൊക്കെ അല്ലേ. സോ അതിന് ആ ഹേർട്ട്, ആ വേദന, ഓക്കെ, അവരെ ചില തരത്തിലുള്ള ബിഹേവിയർ അവരുടെ വരുന്നത് ഇതുകൊണ്ടാണ്, ഈ സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടാണ് അങ്ങനെ ചില ബിഹേവിയർ അവർ കാണിക്കുന്നത്. ബട്ട് ഇപ്പോൾ അവർ പറയുന്നത് എനിവേ ഞാൻ ഹീലാവുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ച് ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർക്ക് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. ആ റിലേഷൻഷിപ്പ് അവരെ വിട്ടിട്ട് പോയി. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ആരെങ്കിലും വിട്ടിട്ട് പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ ആ ഒരു വേദനയായിട്ട് കിടക്കും അല്ലേ. എത്ര ഇമോഷൻ ഇല്ലയെന്ന് നിങ്ങളുടെ അടുത്തൊക്കെ കാണിച്ചാലേ എവിടെയോ ഒരു മനുഷ്യനല്ലേ അല്ലേ. സോ അവർക്കൊരു അന്ന് ചിലപ്പോൾ മേ ബി അവർക്ക് ഇമോഷൻസ് ഉണ്ടായി കാണാം. ഓക്കെ, അങ്ങനെ ആരെങ്കിലും അവരെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ വേദന അവരുള്ളിൽ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്, ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ചില ഹേർട്ട് അവരുടെ ഉള്ളിലുള്ളത് അത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയും അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവരതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു, ഹീലാവാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ലവ് ഡിസേർവ്സ് അനദർ ചാൻസ്. ഓക്കെ, അവർ പറയുന്നത് നമ്മൾ സ്നേഹം ഒരു അവസരം കൂടി അർഹിക്കുന്നില്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് വീണ്ടും ഒരു അവസരം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോൾ സപ്പോസ് നോ കോൺടാക്റ്റ് ആണ്, സെപ്പറേഷൻ ആണ്, ഈവൻ സംസാരം ഉണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ചൊരു അകൽച്ച വന്നു, കുറച്ചായിട്ടൊരു അടുപ്പമില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു അവസരം അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, ടെൽ മീ വാട്ട് യുവർ ഹാർട്ട് നീഡ്സ്. അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ലൈക്ക് വേണ്ട രീതിയിൽ കുറച്ച് അവർ മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഐ എം ഓൾവേസ് ഡ്രോൺ ടു യുവർ ഹാർട്ട്സ് ലൈറ്റ്സ്. എവിടെയോ അവർക്കൊരു ശരിക്കൊരു വെളിച്ചമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അവർക്ക് ആ വേദനയിൽ നമ്മൾ പറയില്ല, ഒരു മനസ്സ് മരവിച്ച് പോകും ചില സമയത്തൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവുന്നത് നമ്മളെ ഒരുപാട് മാറ്റും.
സോ എവിടെയോ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ലൈറ്റ്, അതായത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അത്രയും അൺകണ്ടീഷണൽ സ്നേഹം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അവരെത്ര നിങ്ങളെ വേദനിപ്പിച്ചാൽ പോലും നിങ്ങൾ വിട്ടുപോകുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നെ നിങ്ങളുടെ ഒരു മനസ്സിലൊരു വെളിച്ചം എന്ന രീതിക്ക് അത് അവരെപ്പോഴും അതിനോട് അട്രാക്റ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിത്ത് യു ഫോർ എവർ ഫീൽസ് റിയൽ. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് that നിങ്ങളുമായിട്ട് ഉള്ള ഒരു കണക്ഷൻ എവിടെയോ മേ ബി പാസ്റ്റ് ലൈഫിൻ്റെ ആലോചിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇനി മുന്നോട്ടും അവരെപ്പോഴും നമ്മൾ പറയില്ലേ ഒരു ബന്ധം എൻ്റെ ലൈഫിൽ വേണം എന്ന്, നമ്മൾ ലൈഫ് ലോങ് വേണം എന്നൊക്കെ ചിന്തിക്കില്ലേ, അല്ലെങ്കിൽ അതിലും അപ്പുറം വേണം എന്ന് ചിന്തിക്കുന്ന ആ ഫോർ എവർ എന്നുള്ള ഒരു കാര്യം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് അവരത് ആഗ്രഹിക്കുന്നുണ്ട്. വൈ കാൺട്ട് യു സീ മൈ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർ പറയുന്നുണ്ട് എന്നിട്ട് അവർ പുറമേ എന്തൊക്കെ കാണിച്ചാലും ഓക്കെ മേ ബി ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമുണ്ട് എന്നുള്ളതാണ്. സോ അവർ പറയുന്നത് എന്താണ് നിങ്ങൾ അവരെ ഹാർട്ട് കാണാത്തത് എന്നാണ് പറയുന്നത്. അവർ പക്ഷെ കാണിക്കുന്നത് അങ്ങനെയാണ്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഐ ലോങ് ടു ഫീൽ ട്രൂലി നോട്ടിസ്ഡ് ബൈ യു. യെസ്, അവർക്ക് നിങ്ങളുടെ അറ്റൻഷൻ ആവശ്യമാണ്, ഇഷ്ടമാണ്. നിങ്ങൾ അവരെ കെയർ ചെയ്യുമ്പോൾ, നിങ്ങൾ അവർക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് ശരിക്കും അത് വേണം എന്നുണ്ട്. ഇപ്പം മേ ബി നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷനൊക്കെ ആണെങ്കിൽ അവർ വീണ്ടും അത് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ചൂസ് അസ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങളെ തന്നെ അവർ വീണ്ടും വീണ്ടും ചൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഫൈറ്റ് വന്നാലും, ഇടയ്ക്കിടയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് വിട്ടു പോയാലും, പോകണമെന്നൊക്കെ പോയാലും, പിന്നെ നിങ്ങൾ കുറച്ച് പുറകെ പോകേണ്ടി വരുന്നുണ്ടാവും, പക്ഷെ എന്നാലും അവർ തിരിച്ച് വരുന്നുണ്ടാവും. ഓക്കെ, സോ എവിടെയാണ് അവർ നിങ്ങളെ വിട്ട് കളയുന്നില്ല ഫുള്ളായിട്ട്. ലെറ്റ്സ് ന്യൂച്ചർ അവർ ലവ് എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. യെസ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേർക്കും എഫേർട്ട് ഇടാം എന്നാണ് പറയുന്നത്. ഓക്കെ, യു ആർ പെർഫെക്റ്റ് ടു മീ ഫ്ലോസ് ആൻഡ് ഓൾ. ഓക്കെ, നിങ്ങളുടെ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ പറയുക അവർക്കാണെന്ന്, ബട്ട് ഓക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. Make the effort. Okay, great love is worth taking the steps you are guided to take. ഓക്കെ, സോ ഇവിടെയും അഗെയിൻ എഫേർട്ടിൻ്റെ കാര്യം തന്നെയാണ്. നിങ്ങൾ പരസ്പരം ഒന്ന് എഫേർട്ട് ഇട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണോ കാണുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ട്രസ്റ്റ്. യെസ്, പേഴ്സണിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവരെന്തൊക്കെ കാണിച്ചാലും ശരി, എന്തൊക്കെ വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ശരി, എവിടെയോ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അത് സത്യമാണ്. ഓക്കെ, ദ സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. ട്രസ്റ്റ് ചെയ്യാം. ഫ്ലേർട്ട് എന്ന് കാണുന്നുണ്ട്. സോ എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, ഇത് ആ പേഴ്സണുമായിട്ട് ഫ്ലേർട്ടിങ് എന്ന രീതിക്ക് മാത്രമല്ല, അവർ സംസാരിച്ച് വരുമ്പോഴും നിങ്ങൾ ഒരുപാട് സീരിയസ് ആയിട്ട് ഫ്യൂച്ചർ എന്താണ്, അങ്ങനെ എന്താ സംഭവിക്കുക, എന്താ അങ്ങനെ ഒരുപാട് സീരിയസ് ടോക്കിലേക്കൊന്നും പോകാതിരിക്കുക. ജസ്റ്റ് ലൈറ്റായിട്ട് ഓക്കെ ആ ഒരു ഫീലിംഗ് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ചൊരു റിലാക്സ് ആയിട്ട് നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. അതുകൊണ്ട് ട്രൂ ലവ്, വാവ്, ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. യെസ്, ഇത് നിങ്ങൾ ഫോർ എവർ ട്രൂ ലവ്, ഇതൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങളുടെ ബന്ധം അത്രയും സ്ട്രോങ് ബന്ധമാണ് എന്ന് തന്നെയാണ്. ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. യെസ്, ഇതുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവനവനെ സ്നേഹിക്കൽ നിർത്തരുത് എന്നാണ് പറയുന്നത്. യുവർ സെൽഫ് റെസ്പെക്ട് മേക്ക് യു മോർ റൊമാൻറ്റിക്കലി എന്താ എനിക്ക് പറയാൻ കിട്ടത്. ഓക്കെ, യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ മുമ്പിൽ കരഞ്ഞ് അവരെ പിന്നാലെ പോയാലാണ് അവർക്ക് ഇഷ്ടമാവുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അവരെന്നെ ശ്രദ്ധിക്കും, അവരെന്നെ നോക്കും, അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണകളാണ്. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റോടെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനൊരു പവറുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാണ്. നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, എന്ന് വെച്ചാൽ അവരെ ഹേർട്ട് ചെയ്യാനോ അവരെ വേദനിപ്പിക്കാനോ ഒന്നിനുമല്ല. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഞാൻ എന്നെ തന്നെ ആദ്യം സ്നേഹിക്കട്ടെ, എന്നാലല്ലേ എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ആൾ ഇല്ല എൻ്റെ കൂടെ എന്നുണ്ടെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അങ്ങനെ കുറച്ചൊന്ന് ചിന്തകളെ ഒന്ന് മാറ്റൂ. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് ശരിക്കും ഒരാളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക. ഡിസെപ്ഷൻ എന്ന് കാണുന്നുണ്ട്. ഇത് someone is wearing a false self mask in relationship. ഇത് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് ഫീലിങ്സ് മറക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. കാരണം ബാക്കി റീഡിങ് മുഴുവൻ പോസിറ്റീവാണ്. സോ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് അവരെ ഫീലിങ്സ് മറക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ. ഓക്കെ, അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല, അവിടെയാണ് ഇഷ്യൂ വരുന്നത്. ആൻഡ് വെരി സൂൺ കാണുന്നുണ്ട്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരും നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക എന്ന് മാത്രമല്ല സെൽഫ് ലവിൽ നിൽക്കാം. ഓക്കെ, സെൽഫ് ലവിൽ നിന്ന് ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ എന്ത് അക്സെപ്റ്റ് ചെയ്യും, എന്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ആൻഡ് അത് നിങ്ങളിലേക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ
ഐ തിങ്ക് ഇന്നത്തെ റീഡിംഗ് ഇതാണ്. ലൈവ് റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഓൾറെഡി. അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ എല്ലാവരെയും കാണാം നമുക്ക് 7th. ഓക്കെ, ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.